കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ UDF വെൽഫെയർ ധാരണയിൽ മത്സരം. വെൽഫെയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ UDFന് സ്ഥാനാർത്ഥിയില്ല. ഇക്കാര്യം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സാലി കൊടപ്പൻ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. മറ്റിടങ്ങളിലും പ്രാദേശിക ധാരണയ്ക്കുള്ള ചർച്ചകൾ തുടരുകയാണ്. വെൽഫെയർ പാർട്ടി നേതാവിന്റെ പ്രതികരണം. പ്രാദേശിക ധാരണകളാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക. പ്രാദേശിക ധാരണകൾ പല നിലയിൽ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് ആയിട്ടില്ല. ഉണ്ട് അല്ലെ? പ്രാദേശിക ധാരണകൾ ഉണ്ടാവും. എന്തായാലും പ്രാദേശിക ധാരണകൾ ഉണ്ടാവും, തീർച്ചയായും. പിന്തുണ തരുന്നുണ്ട്. അവിടെ പ്രാദേശിക വ്യത്യസ്ത സമരമുന്നണികള്, അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ആളുകൾ, ഇത്തരം ആളുകളൊക്കെ അവിടെ ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയാണ് പോകുന്നത്. അതേസമയത്ത് നോമിനേഷനുകൾ വേറെയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായേക്കാം. നിലവിൽ ധാരണയുണ്ട്, പക്ഷെ മാറാൻ പാടില്ല എന്നില്ല അല്ലെ? അതെ അതെ അതെ, അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും രൂപപ്പെട്ട് വരേണ്ടതാണ്. സമയമുണ്ടല്ലോ. നമ്മള് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ വെക്കുക, മത്സര രംഗത്തുണ്ടാവുക എന്നതാണ് പാർട്ടി സ്വീകരിച്ച നിലപാട്. ആ നിലക്ക് നമ്മൾ നോമിനേഷനുകൾ കൊടുക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. നോമിനേഷനുകൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും രൂപപ്പെടുന്ന പ്രാദേശിക ധാരണകളെയോ നീക്കുപോക്കുകളെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അതാത് സ്ഥലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കും. UDFുമായി ധാരണയുണ്ട് എന്നാണ് വെൽഫെയർ പാർട്ടിയുടെ അവകാശവാദം. വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ കൊടിയത്തൂർ പഞ്ചായത്തിന്റെ കാര്യം തന്നെ എടുക്കാം, അവിടെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ അവകാശവാദം. എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ ധാരണയില്ലെന്നാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയായിട്ടില്ലല്ലോ. വെൽഫെയർ പാർട്ടിയുമായി ബന്ധമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബന്ധമില്ല, ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന രീതിയിൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. ഇതിപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ അവകാശവാദം മാത്രമാണോ, അതോ ഗ്രൗണ്ടിൽ ഇങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലേ, അതോ ഇനി ഇതിന്റെ ഈ സമ്മതിദാന ഈ വോട്ടർ അവസാനം ഈ പത്രിക നൽകുവാനുള്ള സമയം കഴിഞ്ഞാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ വിവരം കിട്ടുകയുള്ളൂ? മഞ്ജുഷ്, പരസ്യമായ ബാന്ധവമോ രഹസ്യമായ കൂട്ടുകെട്ടോ ഇല്ല എന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഈ കൊടിയത്തൂർ പഞ്ചായത്തിൽ കൃത്യമായ ധാരണ ഇരുപക്ഷവും തമ്മിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ വ്യക്തമാവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പത്രികാ സമർപ്പണത്തിനായി 2 സ്ഥാനാർത്ഥികൾ വെൽഫെയർ പാർട്ടിയുമായി ധാരണയിൽ എത്തിയ ശേഷം 2 സ്ഥാനാർത്ഥികൾ, പ്രേമ ടീച്ചർ എന്ന സ്ഥാനാർത്ഥിയും ഒപ്പം KC യൂസഫ് എന്ന സ്ഥാനാർത്ഥിയും 16 വാർഡുകളിലാണ് ഇവർ മത്സരിക്കുന്നത്. ഇവർ രണ്ടുപേരും പത്രികാ സമർപ്പണത്തിന് പോയ തന്നെ ലീഗ് നേതാക്കളോടും കോൺഗ്രസ് നേതാക്കളോടും ഒപ്പമാണ്. നേരത്തെ തിരുവമ്പാടിയിൽ മത്സരിച്ച PC ചെറിയ മുഹമ്മദ് അടക്കമുള്ള പ്രമുഖ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഈ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റു പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഈ വാർഡിൽ പ്രചരണം ആരംഭിച്ചപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം ഫ്ലെക്സ് ബോർഡുകളിലുമൊക്കെ ഈ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രചാരണം നടക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് ഇരുവരും എന്ന് വെൽഫെയർ പാർട്ടി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇവർ മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് ജനങ്ങളുടെ ഇടയിൽ വോട്ട് പിടിക്കുന്നത്. പക്ഷെ അവർ വെൽഫെയർ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്താതെയുള്ള പിന്തുണയാണ് UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി ഒരേ സമയം വെൽഫെയർ പാർട്ടിയുടെയും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെയും സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയുടെ മറ്റു പലയിടങ്ങളിലും ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിൽ മറ്റുമൊക്കെയാണ്. പരമാവധി ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടി പത്രികാ സമർപ്പണം നടത്തിയിട്ടുണ്ട്, ഇന്ന് നടത്തുകയും ചെയ്യുമെന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഇതിന് ശേഷം ഉരുത്തിരിയുന്ന ചർച്ചകൾ അടിസ്ഥാനപ്പെടുത്തിയാവും എവിടെയൊക്കെ പിൻവലിക്കണം, അല്ലെങ്കിൽ എവിടെയൊക്കെ UDFന് പിന്തുണ കൊടുക്കണം, UDF എവിടെയൊക്കെ വെൽഫെയറിന് പിന്തുണ നൽകണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് ആ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാകുമല്ലോ. UDF മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കില്ല, എല്ലായിടങ്ങളിലും അത് പറ്റില്ലായിരിക്കും. പക്ഷേ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ആ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ട് അല്ലേ ഗ്രൗണ്ടിൽ? തീർച്ചയായും ഗ്രൗണ്ടിലുണ്ട്. നമ്മൾ ഇന്നലെ പലയിടത്ത് പോകുമ്പോഴും UDF സ്ഥാനാർത്ഥികളുടെ തന്നെ ഈ ചിഹ്നം ഒന്നും രേഖപ്പെടുത്താതെ UDF സ്വതന്ത്ര അല്ലെങ്കിൽ സ്വതന്ത്രൻ എന്ന രീതിയിലൊക്കെ നിരവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇത്തരം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇത്തരം വെൽഫെയർ പാർട്ടിയുടെയൊക്കെ പിന്തുണയോടുള്ള സ്ഥാനാർത്ഥിയായിരിക്കും. ആ വാർഡുകളിൽ വെൽഫെയറിന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ആളെ നിർത്തുന്നയിടത്ത് UDFന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പഞ്ചായത്തുകളിൽ മാത്രമേ ഉള്ളൂ അനീഷ്, അതോ മുനിസിപ്പാലിറ്റികളിലേക്കും അതുപോലെ തന്നെ കോർപ്പറേഷനിലും വന്നിട്ടുണ്ടോ?
പഞ്ചായത്തുകളിലാണ്, പ്രത്യേകിച്ചും ഈ തിരുവമ്പാടി മണ്ഡലത്തിന് കീഴിലുള്ള പലയിടങ്ങളിൽ, മുക്കത്തിന്റെ സമീപപ്രദേശങ്ങളൊക്കെ ഉള്ള ഇടങ്ങളിലാണ് ഇത്തരം ധാരണയുള്ളത്. കഴിഞ്ഞ തവണ മുക്കം നഗരസഭയിൽ പരസ്യമായ ധാരണയോടുകൂടിയാണ് വെൽഫെയർ പാർട്ടിയും UDF-ഉം മത്സരിച്ചത്. പക്ഷേ ഇത്തവണ പല തവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഇരുവരും തമ്മിലുള്ള ഒരു സീറ്റ് വിഭജനത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്ന അത്ര സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന് UDF അറിയിച്ചു. എന്തായാലും ഇത്തവണ ഈ മുക്കം നഗരസഭയിലൊക്കെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ നേരിട്ട് തന്നെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയിപ്പം ഈ പിൻവലിക്കേണ്ട ആ സമയം, സൂക്ഷ്മ പരിശോധനയുടെ സമയമൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ചിലപ്പോൾ ചില ധാരണകളൊക്കെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് മത്സരിക്കുന്നത് മറ്റ് ആ കിഴക്കൻ മേഖലയിലെ പഞ്ചായത്തുകളിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ഈ സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നത്. മഞ്ജുഷ്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പഞ്ചായത്ത് തലത്തിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് UDF ധാരണയിലാണ് പോകുന്നത് എന്ന് തെളിയിക്കുന്നതാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ അവസ്ഥ. അവിടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയ സ്ഥലങ്ങളിൽ UDF മറ്റ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. അതോടൊപ്പം തന്നെ പോസ്റ്ററുകൾ ഉയർന്നു കഴിഞ്ഞു. അവിടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് UDF-ന്റെ പിന്തുണ എന്ന രീതിയിൽ, UDF പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്രൻ എന്ന രീതിയിലാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്.